നമസ്കാരം. മലയാളികളെ ഏറ്റവും ലളിതമായി ഇംഗ്ലീഷ് സംസാരിക്കുവാനും തെറ്റില്ലാതെ ഇംഗ്ലീഷിൽ എഴുതുവാനും പരിശീലനം നൽകുന്ന മലയാള മനോരമ ആഴ്ചപ്പതിപ്പ് ഒരുക്കുന്ന ലേൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ 22ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ വേറിനോടൊപ്പം verb plus ing ഉപയോഗിച്ച് യെസ് ഓർ നോ ക്വസ്റ്റ്യനും ഉത്തരവും എഴുതുന്ന രീതിയാണ് നമ്മൾ പഠിക്കുന്നത്. ഉദാഹരണം: ഇന്നലെ രാത്രി നിന്റെ മാതാപിതാക്കൾ നിന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? രാത്രി കുറേ സമയം. വേർ യുവർ പേരൻസ് ഹേർട്ടിങ് യു last night? വേദനിപ്പിക്കുക, hurt. Yes, my parents were hurting me last night. No, my parents were not hurting me last night. ഏതാനും ഓർമ്മപ്പെടുത്തലുകൾ. വേറിനോടൊപ്പം verb plus ing ഉപയോഗിക്കുമ്പോൾ അർത്ഥം കൊണ്ടിരിക്കുകയായിരുന്നു എന്നവസാനിക്കുന്നു. വേറിനോടൊപ്പം പോകുന്ന സബ്ജക്റ്റ് യു അല്ലെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റ്. മുമ്പ് തുടർച്ചയായി നടന്നുകൊണ്ടിരുന്ന പ്രവൃത്തിയെപ്പറ്റി കുറിക്കുവാനായിട്ടാണ് വേർ പ്ലസ് verb plus ing സ്ട്രക്ചർ ഉപയോഗിക്കേണ്ടത്. സമയവാക്കുകൾ എപ്പോഴും കഴിഞ്ഞ സമയത്തെ കുറിച്ചായിരിക്കണം. സൂത്രവാക്യം: വേർ പ്ലസ് യു അല്ലെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് verb plus ing. വേർ യുവർ പേരൻസ് ഹേർട്ടിങ് യു ലാസ്റ്റ് നൈറ്റ്? യെസ് ആൻസർ യെസ് കോമ പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് വേർ പ്ലസ് verb plus ing. നീ എന്നർത്ഥത്തിൽ യു ഉപയോഗിക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് ഉത്തരത്തിൽ യെസ് കോമ പ്ലസ് ഐ വാസ് പ്ലസ് verb plus ing. നോ ആൻസർ നോ കോമ പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് verb plus ing. അല്ലെങ്കിൽ നോ കോമ പ്ലസ് ഐ വാസ് നോട്ട് പ്ലസ് verb plus ing. യെസ് മൈ പേരൻസ് വേർ ഹേർട്ടിങ് മീ ലാസ്റ്റ് നൈറ്റ്. നോ മൈ പേരൻസ് വേർ നോട്ട് hurting me last night. Were you hurting your parents last night? Yes, I was hurting my parents last night. No, I was not hurting my parents last night. കൂടുതൽ ഉദാഹരണങ്ങൾ. നീ പരീക്ഷാ സമയങ്ങളിലൊക്കെ ഈശ്വരനെ ആശ്രയിക്കാറുണ്ടായിരുന്നോ? ഈശ്വരൻ്റെ സഹായം തേടാറുണ്ടായിരുന്നോ? തേടുക, സീക്ക്. വേർ യു സീക്കിംഗ് ഗോഡ്സ് ഹെൽപ്പ് ഡ്യൂറിങ് എക്സാമിനേഷൻസ്? യെസ്, ഐ വാസ് സീക്കിംഗ് ഗോഡ്സ് ഹെൽപ്പ് ഡ്യൂറിങ് എക്സാമിനേഷൻസ്. നോ, ഐ വാസ് നോട്ട് സീക്കിംഗ് ഗോഡ്സ് ഹെൽപ്പ് ഡ്യൂറിങ് എക്സാമിനേഷൻസ്. ഇന്നലെ നിന്റെ അയൽവാസികൾ നിന്നെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? വെറുപ്പിക്കുക, അനോയ്, ANNOY. Were your neighbors annoying you yesterday? Yes, my neighbors were annoying me yesterday. No, my neighbors were not annoying me yesterday. ആളുകൾ ആ സർക്കാർ ഉദ്യോഗസ്ഥൻ എതിരെ മുമ്പ് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? ആരോപണങ്ങൾ, അലഗേഷൻസ്, ഉന്നയിക്കുക, റേസ്. വേർ people raising allegations against that
government official before? Yes, people were raising allegations against that government official before. No, people were not raising allegations against that government official before. നിന്റെ അതിഥികൾ ഇന്നലെ രാത്രി നിങ്ങളെ രസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിഥികൾ ഗസ്റ്റ്, രസിപ്പിക്കുക അമ്യൂസ്. വേർ യുവർ ഗസ്റ്റ് amusing you last night? Yes, my guests were, അല്ലെങ്കിൽ our guests were amusing us, amusing me last night. No, our guests were not amusing us last night. നിന്റെ കൊച്ചുമക്കൾ മുമ്പ് പണം സ്വരൂപിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്വരൂപിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുക. അക്യുമുലേറ്റ്. വേർ യുവർ ഗ്രാൻഡ് ചിൽഡ്രൻ അക്യുമുലേറ്റിംഗ് മണി ബിഫോർ? പണം. യെസ്, മൈ ഗ്രാൻഡ് ചിൽഡ്രൻ വേർ അക്യുമുലേറ്റിംഗ് മണി ബിഫോർ. നോ, my grandchildren were not accumulating money before. നിന്റെ അധ്യാപകർ ഇന്ന് രാവിലെ നിന്നെ ഗുണദോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗുണദോഷിക്കുക. അഡ്മോണിഷ്. Were your teachers admonishing you this morning? Yes, my teachers were admonishing me this morning. No, my teachers were not admonishing me this morning. ഇന്നലെ നിന്റെ ശത്രുക്കൾ നിന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെല്ലുവിളിക്കുക. ചലഞ്ച്. Were your enemies challenging you yesterday? Yes, my enemies were challenging me yesterday. No, my enemies were not challenging me yesterday. ആ പണിക്കാർ ഇന്ന് തെങ്ങ് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. Were those workers climbing coconut trees today? Yes, those workers were climbing coconut trees today. No, those workers were not climbing coconut trees today. നിന്റെ സുഹൃത്തുക്കൾ ഇന്നലെ അവനെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാന്ത്വനപ്പെടുത്തുക. കൺസോൾ. കംഫർട്ട്. Were your friends consoling him yesterday? Yes, my friends were consoling him yesterday. No, my friends were not consoling him yesterday. നിന്റെ അധ്യാപകർ നിന്റെ ബാല്യകാലത്ത് നിന്നെ നിന്റെ സഹപാഠികളുമായി താരതമ്യപ്പെടുത്താറുണ്ടായിരുന്നു. Were your teachers comparing you with your companions in your childhood? Yes, my teachers were comparing me with my companions in my childhood. No, my teachers were not comparing me with my companions in my childhood. കഴിഞ്ഞ വർഷം നീ ആ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ കടം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കടം വാങ്ങുക. ബോറോ. Were you borrowing books from that library last year? Yes, I was borrowing
books from that library last year? No, I was not borrowing books from that library last year. അവർ ഇന്ന് രാവിലെ അവളോട് അപമര്യാദയായി പെരുമാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപമര്യാദയായി പെരുമാറുക, മിസ്ബിഹേവ്. Were they misbehaving towards her this morning? Yes, they were misbehaving towards her this morning. No, they were not misbehaving towards her this morning. നിന്റെ മേലധികാരികൾ നിന്നിൽ നിന്ന് വസ്തുതകൾ മുമ്പ് മറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വസ്തുതകൾ, ഫാക്ട്സ്. മറച്ചു വയ്ക്കുക, കൺസീൽ. വേർ യുവർ സുപ്പീരിയേഴ്സ് കൺസീലിംഗ് ഫാക്ട്സ് ഫ്രം യു ബിഫോർ? യെസ്, മൈ സുപ്പീരിയേഴ്സ് വേർ കൺസീലിംഗ് ഫാക്ട്സ് ഫ്രം മീ ബിഫോർ. നോ, my superiors were not concealing facts from me before. ആ വിദ്യാർത്ഥികൾ കഴിഞ്ഞ മാസം അവരുടെ പഠനത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വ്യതിചലിക്കുക, ഡീവിയേറ്റ്. Were those students deviating from their studies last month? Yes, those students were deviating from their studies last month. No, those students were not deviating from their studies last month. നിന്റെ അധ്യാപകർ ഈ മാസം നിന്നെ ക്ലാസ് പരീക്ഷകളിൽ നിന്ന് ഒഴിവാക്കി പരിഗണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒഴിവാക്കി പരിഗണിക്കുക, exempt. Were your teachers exempting you from class test this month? Yes, my teachers were exempting me from class test this month. No, my teachers were not exempting me from class test this month. വേറിനോടൊപ്പം verb plus ing ഉപയോഗിച്ച് yes or no ക്വസ്റ്റ്യനും ഉത്തരവും എഴുതുന്ന രീതിയുടെ വിശദീകരണം ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത ആഴ്ച വേറിനോടൊപ്പം verb plus ing ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ വേർഡ് രൂപീകരണം നമ്മൾ പഠിക്കും. വീണ്ടും കാണാം അടുത്ത ആഴ്ച.